ഒരു മാസം കൊണ്ട് 100 മില്യണിലേറെ പേർ കണ്ട ഒരു വെബ് സീരീസ്. നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, വെബ് സീരീസിന്റെ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഒരു വെബ് സീരീസ്. ഇന്ന് ലോകമൊട്ടുക്കും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വെബ് സീരീസ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമന്ത്രി ഈ വെബ് സീരീസ് കണ്ട് തന്റെ കൗമാരക്കാരായ മക്കളെ പറ്റി ഓർത്ത് ഏറെ ആശങ്കാകുലനായി എന്നാണ് പറഞ്ഞത്. ബ്രിട്ടനിലെ എല്ലാ സ്കൂളിലും ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണിക്കാൻ അദ്ദേഹം ഉത്തരവിറക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ഇന്നത്തെ രക്ഷിതാക്കളെ ഏറെ ആശങ്കാകുലമാക്കുന്ന അവരുടെ ഏറ്റവും വേസ്റ്റായ ദുസ്വപ്നങ്ങളിൽ ഒന്നിനെയാണ് ഈ വെബ് സീരീസ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ജാക്ക് തോണും സ്റ്റീഫൻ ഗ്രഹാമും എഴുതി ഫിലിപ്പ് ബാരന്തിനി സംവിധാനം ചെയ്ത അഡോളസൻസ് എന്ന ബ്രിട്ടീഷ് ഡ്രാമ സൈക്കോളജിക്കൽ ത്രില്ലർ രാജ്യവ്യത്യാസമില്ലാതെ ലോകം മുഴുവനുള്ള ഇന്നത്തെ കൗമാര ജീവിതങ്ങൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തിരിക്കുന്ന വെബ് സീരീസാണ്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പെല്ലാം മക്കൾ പുറത്തു പോയാൽ അമ്മമാർക്ക് ആദിയാണ്. പുറം ലോകത്തിലെ പ്രശ്നങ്ങളും സംഘർഷങ്ങളിലും പെട്ട് തങ്ങളുടെ മക്കൾ വഴി തെറ്റുമോ എന്ന പേടി. അതുകൊണ്ട് തന്നെ അവരുടെ എപ്പോഴുമുള്ള പ്രാർത്ഥന മക്കൾ പെട്ടെന്ന് തന്നെ യാതൊരു അപകടവും കൂടാതെ തിരിച്ചു വരണേ എന്നാണ്. വീട് എന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. എന്നാൽ ഇന്ന് വീട് എന്നത് കുട്ടികളുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണോ? സ്വന്തം വീട്ടിൽ അടച്ച മുറിക്കകത്ത് കഴിയുന്ന മകൻ സുരക്ഷിതമാണോ? അല്ല എന്നാണ് അഡോളൻസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക. വീട്ടിനുള്ളിലെ അടച്ചിട്ട മുറി എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു സുരക്ഷിത കേന്ദ്രമല്ല. വീട്ടിനുള്ളിലെ അടച്ചിട്ട മുറിയിലെ അവൻ്റെ ലോകം ഇന്നത്തെ ഇൻ്റർനെറ്റ് കാലത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിത ലോകമല്ല എന്ന് അഡോളസൻസ് നമ്മളോട് പറയുന്നു. ഒരുപക്ഷെ ബാഹ്യ ലോകത്തേക്കാൾ കൂടുതൽ അവനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവൻ്റെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ഗെയിമുകൾ, പോൺ സൈറ്റുകൾ തുടങ്ങി അവൻ്റെ ചിന്തകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആൻഡ്രൂ ടേറ്റ് പോലെയുള്ള ടോക്സിക് ഇൻഫ്ലുവൻസേഴ്സ് വരെ ആക്സസ് ചെയ്യാൻ അവൻ ഇന്ന് വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ അച്ഛനമ്മമാരേക്കാൾ, സ്കൂളിലെ ഗുരുനാഥന്മാരെക്കാൾ, എന്തിന് സുഹൃത്തുക്കളെക്കാൾ അധികം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാരക വിഷചിന്തകൾ അവനിലേക്ക് കുത്തി നിറയ്ക്കാൻ കഴിവുള്ള ഒരുപാട് ടോക്സിക് സൈറ്റുകളാൽ അവൻ സ്വാധീനിക്കപ്പെട്ടേക്കാം. മാനോസ്ഫിയർ, റെഡ് പിൽ, ഇൻസെൽ, മിസോഗിണി തുടങ്ങിയ വിനാശകരമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന, സ്ത്രീകളോട് വിവേചനം കാണിക്കാൻ ആഹ്വാനം ചെയ്യുന്ന, അവരെ ശത്രുക്കളായി കാണാൻ പ്രേരിപ്പിക്കുന്ന, മെയിൽ മസ്കുലിനിറ്റിയെ ആഘോഷിക്കുന്ന ഒരുപാട് സൈറ്റുകളും ഇൻഫ്ലുവൻസേഴ്സും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സുലഭമാണ്. അഡോളസൻസ് എന്ന ഈ സീരീസിലൂടെ ഇങ്ങനെയുള്ള ദൂഷിത സ്വാധീനങ്ങളിൽ പെട്ടുപോയ ഒരു 13-കാരൻ പയ്യന്റെ ജീവിതത്തിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. ജാമി മില്ലർ എന്ന 13-കാരൻ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അവൻ്റെ സഹപാഠിയായ പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന പേരിലാണ്. പലപ്പോഴും ഇങ്ങനെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണങ്ങൾ പൊതുവായി പറയാറുള്ളത് അവരുടെ വളർത്തു ദോഷമെന്നോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളും അത് അവനിലുണ്ടാക്കുന്ന ട്രോമയുമൊക്കെയാണ് ഒരു മുഖ്യ കാരണമായി നാം ചൂണ്ടിക്കാണിക്കാറുള്ളത്. എന്നാൽ ജാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനത്തോടും സ്നേഹത്തോടും കൂടി പോകുന്ന ഒരു ഫാമിലിയാണ്. അവൻ്റെ അച്ഛനും അമ്മയും കൂടാതെ ഒരു മൂത്ത സഹോദരി കൂടിയാണ് അവനുള്ളത്. വീട്ടിൽ വളരെ ശാന്തനായ കുട്ടിയായ ജാമി ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തു എന്നത് അവൻ്റെ കുടുംബത്തിന് വിശ്വസിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയെ തേടിയുള്ള പോലീസ് ഓഫീസറുടെ അന്വേഷണവും ഇതിൻ്റെ കാരണങ്ങളെ തേടിയുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ജാമിയുമായിട്ടുള്ള സംഭാഷണങ്ങളും ഇത് ജാമിയുടെ കുടുംബത്തിലുണ്ടാക്കുന്ന ആഘാതവുമെല്ലാമാണ് ഈ 4 എപ്പിസോഡുകൾ മാത്രമുള്ള സീരീസ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. എന്തിനു കൊന്നു എന്ന ഉത്തരങ്ങൾ തേടിയുള്ള ഒരു ക്രൈം ഡ്രാമയാണിത്. എന്നാൽ ഉത്തരങ്ങളെക്കാൾ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ക്രൈം സീരീസ് അവസാനിക്കുന്നത്. ജാമി എങ്ങനെ ഒരു കൊലപാതകിയായി എന്നുള്ള അന്വേഷണം അവസാനം എത്തിച്ചേരുന്നത് അവൻ സ്വാധീനിക്കപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കാണ്. സ്ത്രീകളിൽ 80%, 20% പുരുഷന്മാരാൽ മാത്രമാണ് ആകർഷിക്കപ്പെടുന്നതെന്ന ആൻഡ്രൂ കേറ്റ് എന്ന സോഷ്യൽ മീഡിയ ടോക്സിക് ഇൻഫ്ലുവൻസറുടെ സ്ത്രീകളോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വീഡിയോകളുമെല്ലാമാണ് അവനെ സ്വാധീനിച്ചതെന്ന് അന്വേഷണത്തിലൊടുവിൽ നാം എത്തിച്ചേരുകയാണ്. ജാമിയും കൊല്ലപ്പെട്ട പെൺകുട്ടിയും തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റ് ട്രാക്ക് ചെയ്തതിലൂടെ അവർ തമ്മിൽ അയച്ച ഇമോജികൾ ഫ്രണ്ട്ലി ആണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുമെങ്കിലും
അവയിലൊക്കെയുള്ള ഹിഡൻ മീനിങ്ങുകൾ തിരിച്ചറിഞ്ഞപ്പോൾ അത് ജാമിക്കെതിരെയുള്ള ഒരു സൈബർ ബുള്ളിയിങ് ആയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുന്നു. സൈബർ സ്പേസിലെ ടോക്സിക് ആയ ആൻറ്റി ഫെമിനിസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോളോവറായ ജാമി സ്ത്രീകളോടുള്ള അവന്റെ വെറുപ്പ് പെൺകുട്ടിയോടുള്ള കടുത്ത ദേഷ്യത്തിന് കാരണമാവുകയും വെറും ഒരു പെൺകുട്ടിയാൽ താൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള മെയിൽ മസ്കുലിനിറ്റി ചിന്ത ആ പെൺകുട്ടിയെ യാതൊരു കരുണയുമില്ലാതെ കൊല്ലുന്നതിനും കാരണമായി. എന്നാൽ ഈ കൊലപാതകത്തിൽ പിന്നീട് അവൻ കാണിക്കുന്നത് കുറ്റബോധമില്ലാത്ത ഭയമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു വശം. നിയന്ത്രണമില്ലാത്ത ഒരുപാട് കണ്ടന്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സുലഭമാണ്. ഹേറ്റ്രഡ് പരത്തുന്ന, വയലൻസ് കാണിക്കുന്ന, സെക്ഷൽ അബ്യൂസീവായ ഒരുപാട് കണ്ടന്റുകൾ ഇന്ന് സുലഭമായി യാതൊരു നിയന്ത്രണവുമില്ലാതെ കുട്ടികൾക്കും സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. വാട്ട് ദേ സീ വാട്ട് ദേ ലേൺ എന്നാണ്. കാണുന്നത് എന്താണോ അതാണ് അവർ പഠിക്കുന്നത്. അങ്ങനെ തങ്ങളുടെ ചിന്തയും ബോധവും അറിവുമെല്ലാം ഇങ്ങനെയുള്ള കണ്ടന്റുകളാൽ നിർമ്മിക്കപ്പെടുകയും ടോക്സിക് ഇൻഫ്ലുവൻസസാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വെർച്വൽ ലോകത്തിനും അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് ഗുരുതരമായ ഒരു ഭീഷണിയാണ്. അഡോളസൻസ് പറയുന്നത് ജാമിയുടെ കുടുംബത്തിൽ സംഭവിച്ച ഒരു അപകടത്തെ പറ്റിയാണെങ്കിൽ നാളെ ഇത് നമ്മുടെ ഏവരുടെയും വീട്ടിനുള്ളിലും നടക്കാവുന്നതേയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ പേടിപ്പിക്കുന്നതാണ്, ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്മത്തിൻ്റെ നമസ്കാരം.